നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ആണ്. ഇനിയും മുന്നോട്ട് എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഇതിൽ ആദ്യമായിട്ട് വരുന്ന ആശംസ എന്ന് പറയുന്ന പാഠമാണ്. നമ്മൾ ഒരുപാട് നോക്കിയിരുന്നു, ചില സമയത്തൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ അതൊന്നുകൂടി നമുക്ക് റിവിഷൻ ചെയ്യാം. ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന മലയാള കവിയാണ് ആര്? വൈലോപ്പിള്ളി എന്ന് പറയുന്നത്. കാവുകൾ പൂ ചൂടുന്നു എന്ന വരിയിലൂടെ കവി സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? പ്രകൃതിയിൽ വന്ന മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. പോവുക പേമാരിയും ഇടിയും കൂസിടാതെ. ഇവിടെ മിടി മീൻസ് ഇതിന്റെ പദം എന്താണെന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. അർത്ഥം എന്താണ്? മേഘനാദം അല്ലെങ്കിൽ ഇടിമിന്നൽ എന്നാണ് ഇവിടെ ആശയമായിട്ട് പറയുന്നത്. പോവുക പേമാരിയും ഇടിയും കൂസിടാതെ. മിടിയും അത് ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്ക് അത് ഇടിമിന്നലാണെന്ന് മനസ്സിലാവുള്ളൂ. നാലാമത്തെ ചോദ്യം, നന്നായി ചെയ്യേണ്ട കാര്യങ്ങൾ നഷ്ടം സഹിച്ചും ചെയ്യണം എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ലേത്? അങ്ങനെ നന്നായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് നഷ്ടം സഹിച്ചിട്ടാണെങ്കിലും ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു ആശയം വരുന്ന പഴഞ്ചൊല്ലാണ് ഏത്? കാണം വിറ്റും ഓണം ഉണ്ണണം. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ള വാക്ക്. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീകി യമ്മദൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടുകണ്ണീർ. ഇത് പ്രശസ്തമായിട്ടുള്ള വഴികളാണ്. ആരെഴുതിയതാണ്? വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന് പറയുന്ന കവിതയിലെ വരിയാണിത്. വൈലോപ്പിള്ളിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ആറാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ പൂവിന്റെ സമാന പദം അല്ലാത്തത്. പൂവിന്റെ സമാന പദം അല്ലാത്തത് ഏതാണ് ചോദിച്ചിരുന്നത്? ഏതാണ്? ആരാമം. ആരാമം എന്ന് പറയുന്നത് പൂവിന്റെ സമാന പദം അല്ല. ഏഴാമത്തെ ചോദ്യം, പഞ്ഞമാസം എന്നറിയപ്പെടുന്ന മലയാള മാസമാണ് ഏത്? കർക്കിടകം എന്ന് പറയുന്നത്. കർക്കിടകം ട്ടോ. എട്ടാമത്തെ ചോദ്യം, ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ. ഈ ചൊല്ല് എന്തിനെ സൂചിപ്പിക്കുന്നത്? ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, ഓണം ഏത് മാസത്തിലാണ് ആഘോഷിക്കുന്നത്? എല്ലാവർക്കും അറിയാം, നമ്മുടെ ചിങ്ങമാസത്തിലാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത്. പത്താമത്തെ ചോദ്യം, മഴ പ്ലസ് കാലം എന്ന് ചേർത്തെഴുതിയാൽ മഴക്കാലം എന്ന് നമുക്ക് വായിക്കാം. 11ാമത്തെ ചോദ്യത്തിലൂടെ വന്നാല് പദങ്ങളെ അക്ഷരമാലാക്രമത്തിൽ എഴുതുക. ഞാൻ മുന്നത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, അക്ഷരമാലാക്രമത്തിൽ എഴുതാൻ പറഞ്ഞാല് മഴ, ഓണം, പേമാരി, പൂവ്. ഇതെങ്ങനെയാ വരിക? ഓണം, പൂവ്, പേമാരി, മഴ എന്നിങ്ങനെയായിട്ട് വരും. ഇനി കുറച്ച് ഓണച്ചൊല്ലുകളാണ് നോക്കാൻ പോകുന്നത്. ഓണച്ചൊല്ലുകൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള ഒരു ഓണച്ചൊല്ലാണ്. ഓണം പോലെയാണോ തിരുവാതിര. ഓണം പോലെയാണോ തിരുവാതിര എന്ന് പറയുന്നത് ഓണച്ചൊല്ലാണ്. അവിട്ടക്കട്ട ചവിട്ടി പൊട്ടിക്കണം എന്ന് പറയുന്നത് ഓണച്ചൊല്ലാണ്. ഉണ്ടറിയണം ഓണം. ഓണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സദ്യയാണ്. അപ്പൊ ഉണ്ടറിയണം ഓണം എന്ന് പറയുന്നത് ഓണവുമായി ബന്ധപ്പെട്ടൊരു ചൊല്ലാണ്. ഓണം കേറാമൂല, അത് ഓണവുമായി ബന്ധപ്പെട്ടൊരു ചൊല്ലാണ്. ഓണത്തേക്കാൾ വലിയ വാവില്ല എന്ന് പറയുന്നത് ഓണവുമായി ബന്ധപ്പെട്ട ചൊല്ലാണ്. ഓണം വരാനും ഒരു മൂലം വേണം. ഓണം വരണമെങ്കിൽ ഒരു യോഗം വേണം എന്നാണ് അർത്ഥമാക്കുന്നത്. ഓണം വരാനും ഒരു മൂലം വേണം. അത്തം പത്തിന് പൊന്നോണം, അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ. അടുത്തത് ഉറുമ്പ് ഓണം കരുതും പോലെ. അവസാനത്തതാണ് കാണം വിറ്റും ഓണം ഉണ്ണണം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ നമുക്ക് നോക്കാം. 1911 എറണാകുളം ജില്ലയിലെ കലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. കവിയാണ്, അധ്യാപകനാണ്. അതുപോലെ ഏത് തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? ശ്രീ എന്നുള്ള തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്. ഈ വൈലോപ്പിള്ളിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാ? കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, ശ്രീരേഖ, കുടിയൊഴിക്കൽ, വിട, ഓണപ്പാട്ടുകാർ, കാവ്യലോക സ്മരണകൾ. ഇവയൊക്കെയാണ് വൈലോപ്പിള്ളിയുടെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഇഷ്ടം എന്ന് പറയുന്ന, ചേർത്ത് പഠിക്കുക എന്ന് പറയപ്പെടുന്ന പാഠഭാഗത്തിലെ ഇഷ്ടം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഈ ഭൂമിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അടിവരയിട്ട പദത്തിന്റെ എതിർപദം. ഇഷ്ടം എന്ന വാക്കിന്റെ എതിർപദമാണ് ചോദിച്ചിരിക്കുന്നത്. ഇഷ്ടം എന്ന വാക്കിന്റെ എതിർപദമാണ് അനിഷ്ടം എന്ന് പറയുന്നത്. പെയ്തിറങ്ങുന്ന എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താ വായിക്കുക? പെയ്തിറങ്ങുന്ന എന്ന പദം പിരിച്ചെഴുതിയാൽ പെയ്ത് പ്ലസ് ഇറങ്ങുന്ന എന്നാണ് വായിക്കുക. മൂന്നാമത്തെ ചോദ്യം, അനിഷ്ടം എന്ന കഥയിലെ സോന എന്ന കുട്ടിക്ക് എല്ലാത്തിനോടും എന്താണ്? എല്ലാത്തിനോടും ദേഷ്യമാണ്. നാലാമത്തെ ചോദ്യത്തിലോട് വന്നാൽ, ഉറക്കം മുറിഞ്ഞതിന്റെ കലി മുഴുവൻ അവൾ പൂച്ചയോട് തീർത്തു. ഇവിടെ അടിവരയിട്ട പദത്തിന് സമാനമല്ലാത്ത പദം. സമാനം അല്ലാത്ത പദം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കലി എന്നതിന്റെ സമാന പദം അല്ലാത്തത് ഏതാണ്? സ്നേഹമാണ്. ഓക്കെ, അരിശം, കോപം, ദേഷ്യം എന്നൊക്കെ പറയുന്നത് കലിയുടെ സമാന പദമാണ്. എന്നാൽ സ്നേഹം സമാന പദം അല്ല. അഞ്ചാമത്തെ ചോദ്യം, മാതൃക പോലെ എഴുതാനാണ്. ചേട്ടൻ അനുജത്തി, അനുജൻ അനുജത്തി, കൂട്ടുകാരൻ. എന്താണ് ഓപ്പോസിറ്റ് വരിക? കൂട്ടുകാരി എന്നാണ് ഓപ്പോസിറ്റ് വരിക. ഇനി അടുത്ത് നോക്കൂ, ആറാമത്തെ ചോദ്യം, ശരിയായ അക്ഷരമാല ക്രമത്തിൽ എഴുതിയത് ഏതാണ്? ഇവിടെ ഇഷ്ടം
കുയിൽ, പുസ്തകം, മഴവിൽ എന്ന് പറയുന്നതാണ് അക്ഷരമാലാക്രമത്തിൽ ഓർഡർ ആക്കിയിട്ട് എഴുതിയുള്ളത്. ഏഴാമത്തെ ചോദ്യം, മഴവിൽ പ്ലസ് ചന്തം എന്ന് ചേർത്ത് എഴുതിയാൽ എന്താ വായിക്കുക? മഴവിൽ ചന്തം എന്നാണ് വായിക്കുക. ഇതുപോലെ താഴെ കൊടുത്ത പദങ്ങൾ ചേർത്തെഴുതുക. തുള്ളി പ്ലസ് കളി, തുള്ളി പ്ലസ് കളി എന്നുള്ള രണ്ട് വാക്കുകൾ ചേർത്തെഴുതിയാൽ എന്താ വായിക്കുക? തുള്ളിക്കളി എന്നാണ് വായിക്കുക. ആരോടൊത്തു കളിക്കുമ്പോഴാണ് കുട്ടി തന്നെ മറക്കുന്നത്? ആരോടൊപ്പം കളിക്കുമ്പോഴാ? കുഞ്ഞിപ്പൂച്ചയോടൊപ്പം കളിക്കുമ്പോഴാണ്. ഒൻപതാമത്തെ ചോദ്യം, ഒന്നിച്ചു നിൽക്കണമെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കണം. അതിനെന്താണ് ആദ്യം വേണ്ടത്? ഇഷ്ടമാണ് വേണ്ടത്. പത്താമത്തെ ചോദ്യത്തിലോട്ട് വന്നാൽ, ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുൽകളും പൂക്കളും കൂടിതൻ കുടുംബക്കാർ. ഈ വരികൾ ഏത് കവിതയിലേതാണ്? എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിതയിലേതാണ്. എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിതയിൽ ആരെയാണ് പരാമർശിക്കുന്നത്? ഗാന്ധിജിയെയാണ് സ്മരിക്കുന്നത് കേട്ടോ. 12ാമത്തെ ചോദ്യം, ഉല്ലാസമീ നീണ്ട കൂക്കുരുവത്താലെല്ലാവർക്കും മേകുന്നിതേ കോകിലങ്ങൾ. ഇവിടെ കോകിലങ്ങൾ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ചിരിക്കുന്നത്. എന്താണ്? കുയിൽ എന്നാണ് അർത്ഥം. ഇതിൽ കൂട്ടത്തിൽ ചേരാത്തതോ? വർഷം, മാരി, തുഷാരം, വൃഷ്ടി. ഇതിലേതാ? തുഷാരം എന്ന് പറയുന്നത് കൂട്ടത്തിൽ ചേരില്ല. കാരണം അത് മഞ്ഞാണ്, ബാക്കിയെല്ലാം മഴയെ സൂചിപ്പിക്കുന്നതാണ്. 14ാമത്തെ ചോദ്യം, കൂട്ടത്തിൽ ചേർക്കാവുന്ന പദം ഏത്? കുയിൽ, പരഭൃതം, കോകിലം. ഇതിലേതാ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റുന്നത്? പികം എന്നുള്ള വാക്കാണ് കൂട്ടത്തിൽ ചേരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ഇവിടെ ഏതാണ് ശരി? ഇവിടെ ഗുരുനാഥൻ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇനി കുറച്ച് സമാന പദങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. നോക്കൂ, കാറ്റ് എന്നതിന്റെ സമാന പദമാണ് അനിലൻ, പവനൻ, മാരുതൻ തുടങ്ങിയ വാക്കുകൾ. മഴ എന്നുള്ളതിന്റെ സമാന പദമാണ് മാരി, വർഷം, വൃഷ്ടം തുടങ്ങിയ വാക്കുകൾ. നിലാവ് എന്നതിന്റെ സമാന പദങ്ങളാണ് ഏതൊക്കെ? ചന്ദ്രിക, കൗമുദി, ജ്യോത്സ്ന തുടങ്ങിയ വാക്കുകൾ. ഭൂമി എന്നതിന്റെ സമാന പദമാണ് അവനി, ഉർവി, ധരിത്രി തുടങ്ങിയ വാക്കുകൾ. കടൽ എന്നതിന്റെ സമാന പദമാണ് ഏത്? ആഴി, സമുദ്രം, പാരാവാരം തുടങ്ങിയ വാക്കുകൾ. ആകാശം എന്ന വാക്കിന്റെ സമാന പദമാണ് വാനം, ഗഗനം, അമ്പരം തുടങ്ങിയ വാക്കുകൾ. പൂച്ച എന്നുള്ളതിന് സമാന പദമാണ് ഏത്? മാർജാരൻ, മണ്ഡലി, ആങ്കുബുക്ക് തുടങ്ങിയ വാക്കുകൾ. കുയിലിന്റെ സമാന പദങ്ങളാണ് പികം, കോകിലം, അതുപോലെ പരഭൃതം തുടങ്ങിയ വാക്കുകൾ. നൃത്തം എന്നുള്ളതിന് സമാന പദങ്ങളാണ് നടനം, നർത്തനം, ലാസ്യം തുടങ്ങിയ വാക്കുകൾ. പൂവിന്റെ സമാന പദങ്ങളായിട്ട് വരുന്നതാണ് സുമം, സൂനം, മലർ തുടങ്ങിയ വാക്കുകൾ. മഴവില്ല് എന്നതിന്റെ സമാന പദങ്ങളാണ് ഇന്ദ്രധനുസ്, ഇന്ദ്രചാപം, രോഹിതം തുടങ്ങിയ വാക്കുകൾ. പൂമ്പാറ്റ എന്നുള്ളതിന്റെ സമാന പദങ്ങളാണ് ചിത്രശലഭം, ചിത്രപതംഗം. അമ്മയുടെ സമാന പദങ്ങളാണ് ജനനി, മാതാവ്, ജനയിത്രി തുടങ്ങിയ വാക്കുകൾ. അച്ഛന്റെ സമാന പദങ്ങളാണ് ജനകൻ, ജനയിതാവ്, പിതാവ് തുടങ്ങിയ വാക്കുകൾ. അനുജന്റെ സമാന പദങ്ങളാണ് കനിഷ്ഠൻ, അവരജൻ തുടങ്ങിയവ. ജ്യേഷ്ഠന്റെ അതായത് ഏട്ടന്റെ സമാന പദങ്ങളാണ് അഗ്രജൻ, പൂർവജൻ തുടങ്ങിയവ. ലോകത്തിന്റെ സമാന പദങ്ങളാണ് ഉലകം, ജഗത്ത്, വിശ്വം തുടങ്ങിയ വാക്കുകൾ. 16ാമത്തെ ചോദ്യം നോക്കൂ, ശബ്ദസുന്ദരൻ എന്ന് വിശേഷിക്കപ്പെടുന്ന കവി ആരാണ്? വള്ളത്തോളാണ്. 17ാമത്തോ, കുട്ടി ജീവനെ പോലെ കാണുന്നത് എന്തിനെയാണ്? പുസ്തകങ്ങളെയാണ് കുട്ടി ജീവനെ പോലെ കാണുന്നത്. അടുത്ത് നമുക്ക് വള്ളത്തോളിനെ കുറിച്ച് നോക്കാം. ആധുനിക കവിത്രയത്തിൽ പെട്ട ഒരാളാണ് ആര്? വള്ളത്തോൾ എന്ന് പറയുന്നത്. നമ്മുടെ കലാമണ്ഡലത്തിന്റെ സ്ഥാപകനാണ് വള്ളത്തോള്. പ്രധാന കൃതികൾ എന്തൊക്കെയാ? സാഹിത്യമഞ്ജരി, ചിത്രയോഗം, ബധിരവിലാപം, അച്ഛനും മകളും, ശിഷ്യനും മകനും, കൊച്ചു സീത, ബന്ധനസ്ഥനായ അനിരുദ്ധൻ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വള്ളത്തോളിന്റെ കൃതികൾ എന്ന് പറയുന്നത്. അടുത്ത പാഠത്തിലേക്ക് പോയാലോ? അടുത്ത പാഠമാണ് വാവ ജീവനെ കാക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, ആകാശമാകെ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താ വായിക്കുക? ആകാശം പ്ലസ് ആകെ. വാവയ്ക്ക് കണ്ടു മിഴി നിറഞ്ഞു. അടിവരയിട്ട പദത്തിന് സമാനമായ പദം ഏത്? മിഴി എന്നതിന്റെ സമാന പദമാണ് നയനം. മൂന്നാമത്തെ ചോദ്യം, ഇനിയുള്ള ദിവസങ്ങൾ എന്ന കവിത എഴുതിയതാരാണ്? വീരാൻകുട്ടിയാണ് ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്ന കവിത എഴുതിയിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം, കൂട്ടത്തിൽ ചേർക്കാവുന്ന പദം ഏത്? കാക്ക, ബലിബുക്ക്, ബലിപുഷ്ടം. ഇതിലേതാണ്? ഇതിൽ കാക്കയുടെ അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്കാണ് കരടം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം, പുള്ളിക്കുട ചേർത്ത് എഴുതിയാൽ പുള്ളി പ്ലസ് കുട എന്നാണ് വായിക്കുക. പുള്ളി പ്ലസ് കുട എന്ന് ചേർത്ത് എഴുതുന്നത് പുള്ളിക്കുട എന്നാണ് വായിക്കുക.
ആറാമത്തെ ചോദ്യം ആകാശമാകെ ഇരുൾ പരന്നു. ഇരുൾ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഇരുൾ എന്ന പദത്തിന്റെ അർത്ഥം ഇരുട്ട് എന്നാണ്. ഏഴാമത്തെ ചോദ്യം അപ്പോൾ കിനാവിൽ ചിരിച്ചു വാവ. അടിവരയിട്ട പദത്തിന്റെ അർത്ഥം എന്താണ്? എന്താണ് കിനാവിൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? സ്വപ്നം എന്നാണ് കിനാവ് എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. എട്ടാമത്തെ ചോദ്യം ഭോപ്പാൽ വിഷവാതക ദുരന്തം. ഭോപ്പാൽ വിഷവാതക ദുരന്തം നടന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുന്നത്. ഏതാ സംസ്ഥാനം? മധ്യപ്രദേശാണ്. മധ്യപ്രദേശാണ് ഭോപ്പാൽ വിഷവാതക ദുരന്തം നടന്ന സംസ്ഥാനം. അടുത്ത ചോദ്യമോ ഒമ്പതാമത്തെ ചോദ്യം അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. പ്രശസ്തമായ ഈ വരികൾ ആരുടേതാണ്? ആശാന്റെ വരികളാണ് ഇത് ട്ടോ. പത്താമത്തെ ചോദ്യം കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. ഇവിടെ മാമു അതായത് ഭക്ഷണം എന്നാണ് മാമു എന്ന പദത്തിന്റെ അർത്ഥം. 11ാമത്തെ ചോദ്യം നദി എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏതാണ്? നദി എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് നീഹാരം എന്ന വാക്കാണ്. 12ാമത്തെ ചോദ്യം ഇല്ലാതെ പ്ലസ് ആയ. ഇല്ലാതെ പ്ലസ് ആയ എന്ന് ചേർത്ത് എഴുതിയാൽ എന്താ വായിക്കുക? ഇല്ലാതെയായ എന്നാണ് വായിക്കുക. 13ാമത്തെ ചോദ്യം അക്ഷരമാല ക്രമത്തിൽ എഴുതാനാണ്. ആകാശം, മാൻ, ജാലകം, അണ്ണാൻ. ഇത് അക്ഷരമാല ക്രമത്തിൽ എഴുതിയാൽ എങ്ങനെയാ വരിക? അണ്ണാൻ, ആകാശം, ജാലകം, മാൻ എന്നാണ് വരിക. 14ാമത്തെ ചോദ്യം മിന്നു ഡാഷ് സംശയം ചോദിച്ചു. മിന്നു അമ്മയോട് സംശയം ചോദിച്ചു. ഈ മാതൃക അനുസരിച്ച് താഴെ കൊടുത്ത വാചകം പൂർത്തിയാക്കുക. ഏതാണ്? നമ്മുടെ ഡാഷ് സമ്പത്താണ് വനങ്ങൾ. ബ്രാക്കറ്റില് രാഷ്ട്രം. അതെങ്ങനെ വായിക്കാം? നമുക്ക് ചേർത്ത് എഴുതിയാല് നമ്മുടെ രാഷ്ട്രത്തിന്റെ സമ്പത്താണ് വനങ്ങൾ എന്നായിട്ട് വരും. 15ാമത്തെ ചോദ്യം ഇടിയുടെ ശബ്ദം കേട്ട് അവൾ നിദ്രയിൽ നിന്നുണർന്നു. ഇതിൽ ഉറക്കത്തിൽ എന്നതിന് പകരം ഉപയോഗിച്ചിരുന്ന പദമാണ് ഏത്? നിദ്രയിൽ എന്ന് പറയുന്നത്. അടുത്ത 16ാമത്തെ ചോദ്യം എല്ലാ ജീവജാലങ്ങളും ഒരുമയോടെ വസിക്കുമ്പോഴാണ് ലോകത്തിന് നിലനിൽപ്പുണ്ടാകുന്നത് എന്ന സന്ദേശം നൽകുന്ന പാഠഭാഗമാണ് ഇത്. വാവ ജീവനെ കാക്കുന്നു എന്ന പാഠഭാഗം. വീരാൻകുട്ടിയെ കുറിച്ചിട്ടാണ്. വീരാൻകുട്ടി എന്താണ്? കവിയാണ്, അധ്യാപകനാണ്. അതുപോലെ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്കടുത്ത് നരയംകുളത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാ? ആട്ടോഗ്രാഫ്, മാന്ത്രികൻ, മിണ്ടാപ്രാണി, ഇനിയുള്ള ദിവസങ്ങൾ, ഉണ്ടനും നീലനും, 4 മണിപ്പൂവ്, മുണ്ടൂസുണ്ണി, ചേക്കുട്ടിപ്പാവ, പറന്ന് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികൾ ട്ടോ. അടുത്ത പാഠഭാഗമാണ് യുദ്ധം അത്ര നല്ലതല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. കൂട്ടത്തിൽ ചേർക്കാവുന്ന പദം ഏത്? യുദ്ധം, അംഗം, പോര്. ഇതിന്റെ കൂടെ ചേർക്കാവുന്ന പദമാണ് ഇത് സമരം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം കഥയിലെ ആടിനെ ആരായിട്ടാണ് കുട്ടി കണ്ടത്? ശത്രു ആയിട്ടാണ് കുട്ടി കണ്ടത്. ശത്രു എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? ശത്രു എന്ന് പറയുന്ന പദത്തിന്റെ വിപരീത പദമാണ് മിത്രം എന്ന് പറയുന്നത്. ഇനി നാലാമത്തത് ചേർത്തെഴുതാനാണ്. ചിറക് പ്ലസ് അടിച്ചു. ചിറക് പ്ലസ് അടിച്ചു എന്ന് ചേർത്ത് എഴുതിയാൽ ചിറകടിച്ചു എന്ന് പറയാൻ പറ്റും. ചിറകടിച്ചു എന്ന് പറയാൻ പറ്റും. അഞ്ചാമത്തെ ചോദ്യം ചിതറി പ്ലസ് ഓടി. ചിതറി പ്ലസ് ഓടി എന്ന് ചേർത്ത് എഴുതിയാൽ ചിതറിയോടി എന്ന് പറയാം. ആറാമത്തെ ചോദ്യം പിരിച്ചെഴുതാനാണ്. കണ്ടെത്തി കഴിഞ്ഞിരുന്നു എന്ന് പിരിച്ചെഴുതിയാൽ കണ്ടെത്തി പ്ലസ് കഴിഞ്ഞിരുന്നു എന്നായിട്ട് മാറും. ഏഴാമത്തെ ചോദ്യം നോക്കൂ. ആ മേളത്തിനിടയിലേക്കാണ് ഒരു ശബ്ദം വന്നു വീണത്. അടിവരയിട്ട പദത്തിന്റെ പകരം പദം കണ്ടെത്തുക. ശബ്ദം എന്ന വാക്കിന്റെ പകരം പദമാണ് രവം എന്ന് പറയുന്നത്. എട്ടാമത്തെ ചോദ്യം പടയുണ്ടാകണം എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താ വായിക്കുക? പട പ്ലസ് ഉണ്ടാകണം. ഒൻപതാമത്തെ ചോദ്യം വാക്കുകളെ അക്ഷരമാലാ ക്രമത്തിൽ എഴുതാനാണ്. സൈനികൻ, യുദ്ധവിമാനം, അത്ഭുതം, മേളം. ഇത് അക്ഷരമാല ക്രമത്തിൽ എഴുതിയാൽ എങ്ങനെ വരിക? ആ വെച്ചിട്ടുള്ള അത്ഭുതം ഫസ്റ്റ് വരും, പിന്നെ മേളം, അത് കഴിഞ്ഞിട്ട് യുദ്ധവിമാനം, അത് കഴിഞ്ഞിട്ട് സൈനികൻ എന്ന് വരും. പത്താമത്തെ ചോദ്യം ഐക്യമത്യം മഹാബലം എന്ന ചൊല്ലിന്റെ ആശയം എന്താണ്? ഒരുമിച്ച് നിന്നാൽ വലിയ ശക്തി എന്നാണ് അർത്ഥം. 11ാമത്തെ ചോദ്യം കൂട്ടത്തിൽ ചേരാത്ത പദമാണ് ഏത്? ആർദ്രം എന്ന് പറയുന്നത്. ആർദ്രം. 12ാമത്തെ ചോദ്യം തേരട്ടയ്ക്ക് അഭിമാനം തോന്നി. അടിവരയിട്ട പദത്തിന്റെ എതിർപദമാണ് ഏത്? അഭിമാനം എന്നുള്ള പദത്തിന്റെ എതിർപദമാണ് അപമാനം എന്ന് പറയുന്നത്. 13ാമത്തെ ചോദ്യം ആട് തലയാട്ടി പറഞ്ഞു. അടിവരയിട്ട പദത്തിന്റെ പദം പിരിച്ചെഴുതിയ തലയാട്ടി പറഞ്ഞു എന്ന് പിരിച്ചെഴുതിയാൽ തലയാട്ടി പ്ലസ് പറഞ്ഞു എന്നായിട്ട് മാറും. ജീവൻ SM നെ കുറിച്ചിട്ടാണ്. ജസ്റ്റ് 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എവിടെ ജനിച്ചത്? തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലത്താണ് ജനിച്ചത്. കഥാകൃത്താണ്. ഒരു ദിവസം കാട്ടിൽ എന്ന പുസ്തകമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത പാഠമാണ് തോൽക്കാൻ മനസ്സില്ല. തോൽക്കാൻ മനസ്സില്ല.
ഇവിടെ നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്ന ഒരാൾ എന്ന ഒരു ഭാഗമാണ് നോക്കുന്നത്. സ്വന്തം, ഒന്നാമത്തെ ചോദ്യം, സ്വന്തം ജീവിതാനുഭവങ്ങൾ മറ്റൊരാൾ അവതരിപ്പിക്കുന്ന സാഹിത്യ രൂപത്തെയാണ് നമ്മൾ എന്ത് പറയാ, ജീവചരിത്രം എന്ന് പറയാം. രണ്ടാമത്തെ ചോദ്യം, ഇരുട്ടും വെളിച്ചവും ഓടിപ്പിടിച്ചു കളിക്കുന്ന സ്റ്റേജ്. ഈ വാക്യം എന്താണ് സൂചിപ്പിക്കുന്നത്? ജീവിതം ഒരു നാടകവേദിയാണ് എന്നുള്ളതിന്റെ ആശയമാണ് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, കാറ്റത്ത് പ്ലസ് ഉലയുന്ന എന്ന് ചേർത്ത് എഴുതിയാൽ എന്താ വായിക്കുക? കാറ്റത്തുലയുന്ന എന്നാണ് വായിക്കുക. നാലാമത്തത്, പൂമരങ്ങളെ പ്ലസ് പോലെ എന്താ വായിക്കുക? പൂമരങ്ങളെ പോലെ എന്ന് വായിക്കാം. അഞ്ചാമത്തെ ചോദ്യമോ, കൂട്ടത്തിൽ ചേർക്കാവുന്ന പദം, സംഗീതം, പാട്ട്, ഗാനം. ഇതിന്റെ കൂടെ ചേർക്കാവുന്ന ഒരു പദമാണ് ഗീതം എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ ചോദ്യം, തുടരെ തുടരെ പിരിച്ചെഴുതിയാൽ എന്താ വായിക്കുക? തുടരെ പ്ലസ് തുടരെ. ഏഴാമത്തതോ, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഇരുട്ട്, തമസ്, യാമിനി, അന്ധകാരം. ഇതിൽ യാമിനി എന്ന് പറയുന്ന കൂട്ടത്തിൽ ചേരില്ല. എട്ടാമത്തെ ചോദ്യം, സ്റ്റീഫൻ വില്യം ഹോക്കിങ്ങിന്റെ ജന്മസ്ഥലമാണ് ഏത്? ഓക്സ്ഫോർഡ്. ഓക്കെ. ഒൻപതാമത്തെ ചോദ്യം, ആ വിസ്മയ ജീവിതം 76 കൊല്ലം തുടർന്നു. വിസ്മയ എന്ന് പറയുന്നതിന്റെ അടിവരയിട്ടതിന്റെ അർത്ഥമാണ് ഏത്? അത്ഭുതം എന്ന് പറയുന്നത്. പത്താമത്തെ ചോദ്യം, പൂമ്പാറ്റ ചിറകുള്ള ഒരു ചെറുപ്പക്കാരൻ. ഈ പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ജീവിതത്തിൽ വർണ്ണ സ്വപ്നങ്ങളുമായി ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ കൊതിക്കുന്ന ആഗ്രഹത്തെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. 11ാമത്തെ ചോദ്യം നോക്കൂ, പൂമ്പാറ്റ പ്ലസ് ചിറക് എന്താണ്? പൂമ്പാറ്റ ചിറക് എന്നാണ് പറയുക. 12ാമത്തെ ചോദ്യം, മരണത്തിന്റെ മണം പരത്തുന്ന രോഗത്തെ സ്റ്റീഫൻ ഹോക്കിങ് മറികടന്നത് എങ്ങനെയാണ്? പഠനത്തിൽ ആണ്ടുമുഴുകിയാണ്. 13ാമത്തത്, കൂട്ടത്തിൽ ചേരാത്തത്. അക്ഷി, നയനം, നേത്രം, നളിനം. ഇതിൽ നളിനം എന്ന് പറയുന്നതാണ് കൂട്ടത്തിൽ ചേരാത്തത്. 14ാമത്തെ ചോദ്യത്തിലോട്ട് വന്നാലോ, ആകാശം നോക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഉത്തരം മുട്ടുക എന്നാണ്. 15ാമത്തെ ചോദ്യം, ഒരാളുടെ ജീവിതത്തെ പറ്റി അയാൾ തന്നെ എഴുതുന്നതിനെയാണ് എന്ത് പറയാ? ആത്മകഥ എന്ന് പറയുന്നത്. 16ാമത്തെ ചോദ്യം, ഹാളിനകത്ത് ഒഴുകി വന്നത് എന്താണ്? ഒഴുകി വന്നത് മധുര സംഗീതമാണ്. 17ാമത്തെ ചോദ്യം, നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ എന്ന പാഠം ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത്? അതൊരു ജീവചരിത്രമാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ലോക പ്രശസ്തനാക്കിയ പുസ്തകമാണ് ഏത്? സമയത്തിന്റെ സംക്ഷിപ്ത ചരിത്രം എന്ന് പറയുന്നത്. 19ാമത്തെ ചോദ്യം, നാം എല്ലാം വ്യത്യസ്തരാണ്, പക്ഷെയോ നാം എല്ലാം മനുഷ്യരാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വാക്കുകളാണ്. 20ാമത്തെ ചോദ്യം, ആകാശം മുട്ടെ വളരുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഏറ്റവും ഉയരത്തിൽ എത്തുക. 21ാമത്തെ ചോദ്യത്തിലോട്ട് വന്നാൽ, മാതൃക പോലെ എഴുതുക. ശരീരഭാഗം, ശരീരത്തിന്റെ ഭാഗം. വിസ്മയ ദൃശ്യം, വിസ്മയിപ്പിക്കുന്ന ദൃശ്യം. 22ാമത്തത്, ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. അതിഥി, അതിഥി. ഇത് ശരിയായത് എന്താ? ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 23ാമത്തെ, അത്ഭുതം എന്ന അർത്ഥത്തിൽ കൊടുത്തിരിക്കുന്ന പദമാണ് ഏത്? വിസ്മയം എന്ന് പറയുന്നത്. 23ാമത്തത്, കൂട്ടത്തിൽ ചേർക്കാവുന്ന പദമാണ് ഏത്? നക്ഷത്രം, താരം, താരകം, ഉഡു. ഉഡു കൂട്ടത്തിൽ ചേർക്കാൻ പറ്റുന്ന പദമാണ്. അടുത്ത പാഠമാണ് തെയ്യം തിന്തക. തെയ്യം തിന്തക എന്ന പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഒന്നാമത്തത്, കമ്പിപ്പൂത്തിരി മത്താപ്പു മില്ലൊരു തുമ്പും കിട്ടാത്തൊരാന്തല. അമ്പരപ്പ് എന്ന അർത്ഥത്തിൽ വരികളിൽ പ്രയോഗിച്ച പദമാണ് ഏത്? ആന്തല് എന്ന് പറയുന്ന വാക്ക്. രണ്ടാമത്തെ ചോദ്യം, തെയ്യം തിന്തക എന്ന കവിതയുടെ കർത്താവ് ആരാണ്? BK ഹരിനാരായണൻ ആണ്. അന്തിയോളം അടച്ചിരുന്നാലുള്ള പൊഞ്ഞാറൊക്കെയും മാറുവാൻ. പൊഞ്ഞാറ് എന്ന വാക്കിന്റെ അർത്ഥമാണിത്? മടുപ്പ് എന്ന് പറയുന്നത്. നാലാമത്തെ ചോദ്യം, ഇല്ലിക്കൊമ്പത്തെ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താ വായിക്കുക? ഇല്ലി പ്ലസ് കൊമ്പത്തെ. അഞ്ചാമത്തതോ, കൊന്ന പൂക്കണത് എന്തിനാ, മഞ്ഞു പെയ്യണത് എന്തിനാ. ഈ വരികളിലൂടെ കവി എന്താണ് പറയുന്നത്? നല്ലൊരു കാലം വരുമെന്നാണ് കവി പറയുന്നത്. ആറാമത്തേലേക്ക് വന്നാല്, കണ്ണിരുട്ടുകൾ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പ്രയാസത്തിന്റെ ഇരുട്ടുമാറി സന്തോഷത്തിന്റെ കാലം കടന്നു വരും. ഏഴാമത്തതോ ചേർത്തെഴുതാനാണ്. കമ്പി പ്ലസ് പൂത്തിരി. കമ്പി പ്ലസ് പൂത്തിരി ചേർത്തെഴുതാൻ എന്താ വായിക്കുക? കമ്പി പൂത്തിരി എന്നാണ് വായിക്കുക. നമുക്ക് BK ഹരിനാരായണനെ കുറിച്ച് നോക്കാം. കവിയാണ്, ഗാനരചയിതാവാണ്. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്താണ് ജനിച്ചത് കേട്ടോ. കൃതികളോ, നൂറ്റടപ്പൻ എന്ന് പറയുന്ന കവിതാ സമാഹാരമുണ്ട്. അതുപോലെ പന്തും പാട്ടും പറച്ചിലും എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പുകളും ഉണ്ട്. ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. തെറ്റായ ജോഡിയാണ് ഏത്? യുദ്ധം അത്ര നല്ലതല്ല എന്നുള്ള ജീവൻ SM-ന്റേതാണ്. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് വീരാൻകുട്ടിയുടേതാണ്. എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന ആശാന്റേതല്ല, അതാണ് തെറ്റ്. രണ്ടാമത്തെ ചോദ്യം, പ്രളയ പ്ലസ് ഉപരി ചേർത്തെഴുതിയാൽ പ്രളയോപരി എന്ന് വായിക്കാൻ പറ്റും.
തുള്ളിക്കൊരു കുടം പോലെ എന്ന പ്രയോഗത്തിന്റെ അർത്ഥമാണ് മഴയുടെ ശക്തി. വന്നെന്ന് എന്ന് പിരിച്ചെഴുതിയാലോ? വന്നു പ്ലസ് എന്ന്. അഞ്ചാമത്തെ ചോദ്യം ശരിയായ അർത്ഥം കണ്ടെത്താന്. ആരവം എന്ന വാക്കിന്റെ ശരിയായുള്ള അർത്ഥമാണ് ഏത്? ശബ്ദം. ആറാമത്തെ ചോദ്യം കണ്ണുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ലാണ് ഏത്? കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വിലയറിയില്ല. ഏഴാമത്തത് മാമ്പഴം എന്ന കവിത രചിച്ചതാരാണ്? വൈലോപ്പിള്ളിയാണ്. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണമാണ് വർത്തമാന പുസ്തകം. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഒമ്പതാമത്തെ ചോദ്യം വാക്കുകളെ അക്ഷരമാലാ ക്രമത്തിൽ എഴുതുക. പൈതൽ, ചരിത്രം, പേന, ചിത്രം. ഇത് ഓർഡർ ആക്കി എഴുതിയാൽ എങ്ങനെ വരിക? ചരിത്രം, ചിത്രം, പേന, പൈതൽ എന്നായിട്ട് വരും. പത്താമത്തെ ചോദ്യം കൂട്ടത്തിൽ ചേരാത്തത്. ആമ്പൽപ്പൂ, കൊന്നപ്പൂ, ചെത്തിപ്പൂ, അത്തപ്പൂ. ഇതിൽ അത്തപ്പൂ എന്നത് കൂട്ടത്തിൽ ചേരില്ല. 11ാമത്തേക്ക് വന്നാലോ? സൂചനകളിൽ നിന്ന് എഴുത്തുകാരനെ കണ്ടെത്തുക. പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിൽ ജനിച്ചു. മഹാകവിയാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, ജ്ഞാനപീഠം ലഭിച്ചു. ഇത്രയും മതിയല്ലോ അല്ലേ കിട്ടാന്? ആരാണ്? അക്കിത്തമാണ്. 12ാമത്തെ ചോദ്യവും താഴെ കൊടുത്തിരിക്കുന്ന കടം കഥയുടെ ഉത്തരം എഴുതാമോ? എന്താണ് ഉത്തരം? ഓടാത്തമ്മയ്ക്ക് ഓടും കുട്ടി. എന്താണ് ഉത്തരം? അമ്മിക്കുട്ടിയാണ് ഉത്തരമായിട്ട് വരുന്നത്. 13ാമത്തെ ചോദ്യം എന്താണ്? തെറ്റായി എഴുതിയ പദം ഏത്? മുഖം, ആഘോഷം, കഥകളി, സ്വപ്നം. ഇവിടെ ആഘോഷം എന്ന് എഴുതിയതാണ് തെറ്റ്. 14ാമത്തെ ചോദ്യം വാക്യം ശരിയാക്കി എഴുതുക. അമ്മ മുഖം വാടി എന്നുള്ളത് ഒന്ന് ശരിയാക്കി എഴുതിയാൽ എങ്ങനെ പറയാൻ പറ്റും? അമ്മയുടെ മുഖം വാടി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു കത്താണ്. കത്ത് എഴുതുന്നതിനെ കുറിച്ച് മുന്നേ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കൂ. കത്ത് എഴുതുമ്പോൾ നമ്മുടെ കൈ വരുന്ന വലതുഭാഗത്ത് എന്ത് വരണം? മുകളിൽ സ്ഥലം വരണം, അതുപോലെ തീയതി. ഏത് തീയതിയാണോ എഴുതുന്നത് അത് വരണം. ഇപ്പൊ സ്ഥലം മഞ്ചേരി ആണെങ്കിൽ മഞ്ചേരി, മലപ്പുറം ആണെങ്കിൽ മലപ്പുറം, തിരുവനന്തപുരം ആണെങ്കിൽ തിരുവനന്തപുരം. തീയതി ആണെങ്കിലോ ഇന്നത്തെ തീയതി. ഇപ്പൊ സാർ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന തീയതി എന്ന് പറയുന്നത് 14/2/2026 ആണ്. അപ്പോൾ ഡേറ്റ് എഴുതുക. പിന്നെയോ ഒരു അഭിസംബോധന വേണം. പ്രിയപ്പെട്ട കൂട്ടുകാരന്, അല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തിന്, പ്രിയപ്പെട്ട അമ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു അഭിസംബോധന വേണം. പിന്നെ എന്താണോ നമ്മുടെ കണ്ടന്റ് അതൊരു നല്ല ഭംഗിയായിട്ട് തന്നെ തുടങ്ങണം. നീ അയച്ച കത്ത് ഇന്നലെ കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തുടങ്ങുന്നത്. അതുപോലെ ഒരു തുടക്കം, നല്ലൊരു തുടക്കം വേണം. എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് പറയാനുള്ളത് കംപ്ലീറ്റ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം. അവസാനത്തിൽ എന്ത് വേണം? സ്നേഹപൂർവ്വം അല്ലെങ്കിൽ വിശ്വസ്യതയോടെ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ പ്രിയ സ്നേഹിതൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് ഒപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ജീവചരിത്രക്കുറിപ്പ് എഴുതാൻ വേണ്ടി പറഞ്ഞാലോ? സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ജീവചരിത്രം എഴുതാനാണ് ഇവിടെ പറഞ്ഞുള്ളത്. പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അത് ഈ ഒരു രീതിയിൽ തന്നെ എഴുതണം കേട്ടോ. ഇവിടെ നോക്കൂ. ലോകം കണ്ട മികച്ച ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. ഒരു ഇൻട്രോ കൊടുത്തു. പിന്നെയാണ് ജനിച്ച കാര്യം പറയുന്നത്. 1942 ജനുവരി 8 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് ജനിച്ചത്. പിന്നെ പുള്ളിക്കാരൻ എന്തൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ച് അന്വേഷിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി. ധാരാളം പുസ്തകങ്ങൾ എഴുതി. നാഡീകോശങ്ങളെ തളർത്തുന്ന മാരക രോഗബാധിതനായിരുന്നു അദ്ദേഹം. ശരീരം ഇളക്കാനാവാതെ വീൽചെയറിൽ ഇരുന്ന് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞും എഴുതിയും കണ്ടുപിടുത്തങ്ങൾ നടത്തിയും ആ വിസ്മയ ജീവിതം 76 കൊല്ലം തുടർന്നു. പിന്നെ അവസാനത്തിലാണ് എന്ത് വരുന്നത്? 2018 മാർച്ച് 14 അദ്ദേഹം അന്തരിച്ചു എന്നുള്ള കാര്യം വരുന്നത്. ഓക്കെ, ഈ ഫോർമാറ്റിലാണ് ഒരു ജീവചരിത്രം എഴുതേണ്ടത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക, ഉഷാറായിട്ട് പഠിക്കുക. താങ്ക് യു.